നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. മോഷണത്തിന് വേണ്ടി വന്ന് മോഷണം കഴിഞ്ഞ് തിരിച്ചു പോകുന്നു. ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇട്ട് അടുത്ത മോഷണം ചെയ്യാനായിട്ട് വരുന്നു. അതാണ് രീതി. പൂട്ടിക്കിടക്കുന്ന വീടുകളിൽ തുറന്ന് മോഷണം നടത്തുന്ന ബീഹാർ സ്വദേശികളെ ഹേമാംബിക നഗർ പോലീസ് പിടികൂടി. കാവിൽപ്പാട് ലക്ഷ്മി നഗർ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്, ലാൽ നഗർ എന്നിവിടങ്ങളിൽ നിന്ന് മോഷണക്കേസ് അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ബീഹാർ സ്വദേശികളായ മുഹമ്മദ് മിനാരുൾ ഖാൻ, മുഹമ്മദ് മുസീബർ എന്നിവരാണ് ഹേമാംബിക നഗർ പോലീസിൻ്റെ പിടിയിലായത്. പൂട്ടിക്കിടക്കുന്ന വീടുകൾ കണ്ട് വെച്ച് മോഷണം നടത്തുന്ന പ്രതികൾ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിച്ചതിന് ശേഷം നാട്ടിലേക്ക് പോകുന്നതാണ് രീതി. കാവൽപ്പാട് ലക്ഷ്മി നഗർ എന്നൊരു കോളനി ഉണ്ട്. നമ്മുടെ റെയിൽവേ സ്റ്റേഷന് തൊട്ട് പുറകിലായിട്ടുള്ള കോളനി ഉണ്ട്. അവിടെ പൂട്ടിക്കിടക്കുന്ന ഒരു വീടാണ്. ഒരു മാസമായിട്ട് അതിന്റെ ഓണർ പ്രേംകുമാർ ഇല്ല. അപ്പൊ 21 രാത്രി 22 പുലർച്ചെയായിട്ടാണ് ഈ കേസിലെ പ്രതികള് ലോക്കോട് റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് തന്നെ താമസിച്ച് ഈ വീട് ലോക്ക്ഡ് ആണെന്ന് അറിഞ്ഞിട്ടാണ് 2 പ്രതികൾ വരുന്നത്. നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയത് 22 രാവിലെയാണ്. നമ്മൾ സംഭവ സ്ഥലത്തോട്ട് പോയി ഫിംഗർ പ്രിന്റ്, ഡോഗ് സ്ക്വാഡ് എല്ലാം തന്നെ പരിശോധിച്ചു. നമ്മൾ FIR ഇട്ടിരുന്നു. തുടർന്ന് ഈ ഫിംഗർ പ്രിന്റ് കാണാൻ CCTV വിശ്വസ്ത നമുക്ക് പ്രീവിയസ് കേസ് കോഴിക്കോട് മേപ്പിയൂർ സ്റ്റേഷനിൽ ഒരു കേസുള്ള ഒരു പ്രതിയാണെന്ന് മനസ്സിലായി. ഉടൻ തന്നെ നമ്മൾ അത് ട്രേസ് ഔട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കി. പക്ഷെ നമുക്ക് ലൊക്കേഷൻസ് കിട്ടിയിരുന്നില്ല. പിന്നെ അതിന് ശേഷം 23 നമുക്ക് ലൊക്കേഷൻ കിട്ടി, വെല്ലൂർ ഭാഗത്ത്, തമിഴ്നാട്. നമ്മൾ അങ്ങോട്ട് ടീമായിട്ട് പുറപ്പെട്ടു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവരുടെ ലൊക്കേഷൻ കിട്ടിയില്ല. നമ്മൾ ഏകദേശം 600ഓളം ലോഡ്ജുകൾ വിശദമായിട്ട് നമ്മൾ ആ സ്ഥലത്ത് പരിശോധിച്ചു. പിന്നീട് നമുക്ക് ലൊക്കേഷൻ സേലം, പിന്നെ ചെങ്ങപ്പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കിട്ടുന്നത്. നമ്മൾ പോകുന്ന വേഗത്തിന് തിരിച്ചതേപോലെ നമ്മൾ ടീമായിട്ട് തിരിച്ചു വന്ന ശേഷം നമുക്ക് പ്രതികളെ നമ്മൾ ചെങ്ങപ്പള്ളി ടോളിന്റെ സമീപം വെച്ച് ഐഡന്റിഫൈ ചെയ്ത് അവരുടെ ബാഗ് നോക്കിയപ്പോൾ ടൂൾസ് കിട്ടി. പിന്നെ അവരപ്പൊ തന്നെ കൺഫസ് ചെയ്തു. ഏകദേശം 7 പവനും 6 ഗ്രാം ആണ് ഗോൾഡ് പോയിട്ടുണ്ടായിരുന്നത്. ഗോൾഡ് എവിടെയും റിക്കവർ ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. നിലവിൽ അത് ഒരു പ്രതിക്ക് മിനറൽ ഹക്കിനാണ് ഒരു കേസ് ഉള്ളത് കോഴിക്കോട് മേപ്പിയൂർ സ്റ്റേഷനിൽ. വേറെ രണ്ടാമത്തേക്ക് വേറെ കേസുകൾ നിലവിൽ റിപ്പോർട്ട് ആയിട്ടില്ല. ഗോൾഡ് റിക്കവർ നമുക്ക് ചെയ്യാനായിട്ട് പറ്റി. അന്വേഷണ സംഘത്തിലുള്ളത് ഞാൻ SI ആണ്, ഞാൻ അന്വേഷിക്കുന്നത്. പിന്നെ CSR ഷൈൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മൾ ടീം ഫോം ചെയ്ത് പോയത്. കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ ASI പ്രദീപ് ഉണ്ടായിരുന്നു, GSCPO സാറിന്റെ ഷംസുദ്ദീൻ, അരുൺ, അതുപോലെ CPO ഡ്രൈവർ CPO രതീഷ് എന്നിവരാണ് ടീമിൽ ഉണ്ടായിരുന്നവർ. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.